2 ദിവസം മൂന്നാർ, 3 ദിവസം മൈസൂർ, അവിടുന്ന് പിന്നെ ഊട്ടി. നല്ല രസമായ യാത്രയായിരുന്നു. ഈ കാറിൽ തന്നെയാണോ അപ്പച്ചൻ ഈ സ്ഥലമെല്ലാം കറങ്ങിയത്? നമ്മുടെ ബൈക്ക് കയറ്റി മൈസൂരിൽ വെച്ച് എന്നോട് ഇറങ്ങു. ഊട്ടി ചെന്നപ്പോ അവനെ തട്ടി ഇവനെ വാങ്ങി. അതേതായാലും നഷ്ടക്കച്ചവടം അപ്പച്ച. ഇതൊരു മുതുക്ക് വണ്ടിയല്ലേ? എടാ മോനെ, പാമ്പാണേലും പഴയതാടാ നല്ലത്. ഇങ്ങോട്ട് നോക്കി, ഈ പ്രായത്തിലും നിങ്ങൾ രണ്ടുപേരെക്കാൾ ആരോഗ്യം എനിക്കാ. എന്തുകൊണ്ടാ? ദിവസവും 2 സ്മോൾ അടിക്കുന്നുണ്ട്. ആ, അത് ശരിയാ. പക്ഷേ ചെറുപ്പകാലത്ത് നല്ലപോലെ അധ്വാനിച്ച് 4 കാശുണ്ടാക്കി വയസ്സുകാലത്ത് ലാലോ സ്മാള് പണിയടാ. അതിലൊരു സുഖമുണ്ട്. നല്ല പ്രായത്തില് കണ്ട കാടെല്ലാം വെട്ടിത്തെളിച്ചും അതിര് വിളിച്ചു കെട്ടിയും ഈ മണ്ണിനോട് യുദ്ധം ചെയ്താടാ ഞാൻ ഈ കാശൊക്കെ ഉണ്ടാക്കിയത്. അറിയാവോ? ഓ, തുടങ്ങി. 3 ഉള്ളിൽ ചെന്നാ പിന്നെ ഫ്ലാഷ് ബാക്കാ. ഒന്ന് പോടാ, ഞാൻ പറയും, ഇനിയും പറയും. പറഞ്ഞോ. ഇപ്പൊ തന്നെ 3 റീലായി. ഇനി ബോറാവേ. കപ്പാസിറ്റി ഇല്ലാണ്ട് വെറുതെ. ഒന്നുകൂടെ ഒഴിക്കടാ. ഒന്ന് അവനും കൂടെ. എനിക്ക് വേണ്ട അപ്പച്ച. ഒരു പെഗ്ഗെങ്കിലും അടിക്കാത്ത സത്യകച്ചാനെ ആവൂടാ. നീ എന്റെ മോൻ തന്നെയാണോ? മത്ത കുത്തിയ കുമ്പളം മുളക്കത്തില്ല അപ്പച്ച. ചേട്ടത്തെ കെട്ടുന്നതിന് മുമ്പ് സ്ഥിരമായിട്ട് അടിച്ച് വീലായി വാള് വെച്ചിരുന്ന ആളാ. ഇപ്പൊ ഒരു പുണ്യാളൻ. മദ്യം എന്താ അത്ര? അതാ പെണ്ണുങ്ങളുടെ മിടുക്ക്. ഇനി നിങ്ങൾ ആര് ശ്രമിച്ചാലും സണ്ണി കുടിക്കത്തില്ല, അത് ഉറപ്പാ. നിന്റെ വിശ്വാസം നിന്നെ നയിക്കട്ടെ, നിന്റെ കുടുംബത്തെയും രക്ഷിക്കട്ടെ. ആമേൻ. ആഹാ, നീ നിർത്തിയോടാ, ഒഴിച്ചറിയണാവേ. അതെ, എനിക്ക് അപ്പച്ചനോട് സീരിയസ് ആയിട്ട് കാര്യം പറയാനുണ്ട്. ഇനി ഇത് കഴിച്ച് ഫിറ്റായ പിന്നെ ഞാനത് മറന്നുപോകും. എടാ, നീ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ പമ്പര ഫിറ്റാ. എന്നാ ഇത്? മതി വലിച്ചു കയറ്റിയത്. എപ്പോ തുടങ്ങിയതാ? ഈ ആഹാരത്തിന്റെ കൂടൊരെണ്ണം വീശിയില്ലെങ്കിൽ ഏതാണ്ട് എന്നാ പോലെ തന്നെയല്ല എല്ലാരും കൂടെ വന്ന സന്തോഷം കൊണ്ടല്ലയോ ഒഴി മോളെ. അതെ ചേർത്തിയേ, എനിക്കും കൂടി കുറച്ച് വിളമ്പേക്ക്. നീ ആ റെസ്റ്റോറന്റ് വെട്ടി വിഴുങ്ങിയതല്ലേ? അത് ശരിയാ, പക്ഷെ വീട്ടിലെ ഭക്ഷണം വേസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നല്ലയോ? അതുമല്ല, മണം കാരണം എനിക്ക് ഇരിക്കാൻ മേല. ടെംപ്റ്റേഷൻ. അപ്പച്ച, 2 ദിവസം കഴിഞ്ഞ് അനുമോളെയും കൂട്ടി നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പ്ലഷർ ട്രിപ്പ് പ്ലാൻ ചെയ്താലോ? അവൾക്ക് ഹോളിഡേ ആണല്ലോ. അയ്യോ, ഞങ്ങളില്ല. നാട്ടിൽ പോയിട്ട് ഒത്തിരി കാര്യങ്ങളുള്ളതാ. നിങ്ങൾ എല്ലാരും കൂടെ പോയച്ചു വാ. ജോസൂട്ടി സോണിയൊക്കെ ഉണ്ടല്ലോ. അത് നല്ല കാര്യോ. ഞാൻ റെഡി. അയ്യോ, എനിക്ക് നാളെ തന്നെ ട്രിവാൻഡ്രത്തിന് പോണം. ഹോസ്റ്റലിൽ ചെന്നിട്ട് വേണ്ട റെക്കോർഡ്സ് ഒക്കെ ശരിയാക്കാൻ. അയ്യോ, ഇപ്പഴാ ഞാനൊരു കാര്യം ഓർത്തത്. എനിക്കും ട്രിവാൻഡ്രത്ത് പോണം. ഒരു സീരിയലിന്റെ കാര്യത്തിനാ. ദൂരദർശൻ ഡയറക്ടർക്ക് അവിടെ വെയിറ്റ് ചെയ്യണം. ഞാനത് മറന്നുപോയി. മറവി, എനിക്ക് അടി കിട്ടണം. സോണി, നീയെങ്കിലും കൂടെ വാ. തിങ്കളാഴ്ച നിന്നെ ഹോസ്റ്റലിൽ വിട്ടാ പോരെ? ഞങ്ങളെ കാണുന്നതിനേക്കാൾ അനുമോൾക്ക് ഇഷ്ടം നിന്നെ കാണുന്നതാ. അതെ, സോണിയും കൂടെ ഉണ്ടെങ്കിൽ ആ ട്രിപ്പിന് ഒരു ജോളിയുള്ളൂ. വരാം, പക്ഷെ തിങ്കളാഴ്ച തന്നെ എന്നെ ഹോസ്റ്റലിൽ കൊണ്ട് വിട്ടേക്കാം. അത് ഞങ്ങൾ ഏറ്റു അല്ലേ ആൻസി? പിന്നെന്നാ, എന്നാ വരാം. ഞാൻ റെഡി. Bravo 6. Control calling. 1-1 answering. CA ഇവിടെ ഇല്ല, ക്വാർട്ടേഴ്സിലാ. ഓവർ. യെസ്, വേണുഗോപാൽ ഹിയർ. സർ, കൺട്രോൾ റൂമിൽ നിന്ന് ഒരു വയർലെസ് മെസ്സേജ് ഉണ്ടായിരുന്നു. കൊണ്ടോട്ടി ജാഫർ ജയിലിൽ ചാടിയെന്ന്. എപ്പോ? ഇന്ന് വെളുപ്പിനാണ് സർ. ശരി, ഞാനിപ്പോ വരാം. ഡിക്കടക്കല്ലേ, ഒരാളും കൂടി ഉണ്ട്. ഞങ്ങൾ തിരുവനന്തപുരത്തേക്കല്ലോ പോകുന്നത്. ഞാനും തിരുവനന്തപുരത്തേക്കല്ലല്ലോ പോകുന്നത്. നിങ്ങളുടെ കൂടെ വരുന്നു. എങ്ങോട്ട്? അനുമോളെ കാണാൻ. അതിന് നീ വരുന്നില്ലെന്നല്ലേ പറഞ്ഞത്? ഓ, ആ തീരുമാനം ഞാൻ മാറ്റി. ഇന്നലെ രാത്രിയിൽ ഞാൻ അനുമോളെ സ്വപ്നം കണ്ടു. ശോ, എന്നിട്ട് സ്വപ്നത്തിലൊന്ന് അനുമോള് എന്ന് പറഞ്ഞിങ്ങനെ കരയുക. എന്നാലും ദൂരദർശൻ ഡയറക്ടർ വെയിറ്റ് ചെയ്യിക്കുന്നത് ശരിയാണോ? പോവാൻ പറ. അനുമോളേക്കാൾ വലുതാണോ ദൂരദർശൻ? വേണ്ട ജോസൂട്ടി, നീ ചെല്ലേ. ഒന്നാമത് വണ്ടിക്കകത്ത് സ്ഥലമില്ല, മുഴുവൻ ലഗേജാ. അത് സാരമില്ല, ബോണറ്റും ഇരുന്നെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അനുമോളെ കണ്ടില്ലെങ്കിൽ. അപ്പൊ ഞങ്ങൾ അവിടെ പോവാ. മടക്ക അതോടില്ലല്ലോ. പിന്നെ ശരി. ഫോൺ റിങ് ചെയ്യുന്നുണ്ടല്ലോ. ഇനി ഇപ്പൊ തിരിച്ചു കയറാനൊന്നും നിക്കണ്ടെന്ന്. അവിടെ കിടന്ന് അടിക്കട്ടെ. അവിടെ ആരും ഫോൺ എടുക്കുന്നില്ലല്ലോ. സാർ, ഇനി ഫോൺ ഫാൾട്ട് ആയിരിക്കും. താൻ ഒരു കാര്യം ചെയ്യ്, നേരെ സണ്ണിയുടെ വീട്ടിലേക്ക് നിന്ന് ജാഫർ ജയിൽ ചാടി വിവരം അറിയിക്കും. യെസ് സർ. അയാളെ കൊല്ലുമെന്ന് വെല്ലുവിളിച്ചിട്ടാണല്ലോ അവൻ ജയിലിലേക്ക് പോയത്.
ഒന്ന് കെയർഫുൾ ആയിരിക്കാൻ പറ. ശരി സാർ. Ah!